നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോസ്. അപ്പോൾ നമ്മൾ കണ്ടിട്ട് ഒത്തിരി നാളായി. എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഡെയിലി കാണുന്നവർക്ക് മനസ്സിലാവും ഞാൻ നിലവിലിപ്പോൾ ഷിപ്പിലുണ്ട്. സോ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഈ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാനുള്ള സമയം സാഹചര്യം ഒന്നും കിട്ടാറില്ല. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് മർച്ചൻ്റ് നേവി. ഓക്കെ, ഇപ്പം ഞാൻ മർച്ചൻ്റ് നേവിയിലാണുള്ളത്. അപ്പോൾ എൻ്റെ ഈ ഒരു പ്രൊഫഷൻ എന്താണ്, ഒരു സിമ്പിളായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നു, അത്ര മാത്രമാണ്. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഫസ്റ്റ് ജോയിൻ ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഈ മർച്ചൻ്റ് നേവി എന്ന് പറയുന്നൊരു സംഭവം നമുക്കറിയാം. നമ്മുടെ മൊബൈൽ ഫോൺ, നമ്മുടെ റോഡിൽ കൂടെ പോകുന്ന വണ്ടികൾ, ഇതൊക്കെ ഒരു 80, 85, 90% വരുന്നത് ഷിപ്പ് വഴിയാണ്. ഈ ട്രാൻസ്പോർട്ടിങ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഷിപ്പ് വഴിയാണ്. സോ ഈ ഒരു ഫീൽഡിനകത്ത് വർക്ക് ചെയ്യുന്നവർ ഒരു പ്രൊഫഷൻ മാത്രമാണ് ജസ്റ്റ് മർച്ചൻ്റ് നേവി എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് വരുന്ന രണ്ട് സൈഡാണ്, ഡെക്ക് സൈഡും എഞ്ചിൻ സൈഡും. ഞാനിപ്പോൾ എഞ്ചിൻ സൈഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഡെക്ക് സൈഡിൽ കുറച്ച് പേരുണ്ട്, അതേ പോസ്റ്റിൽ തന്നെ ആൾക്കാർ കുറച്ച് പേര് എഞ്ചിൻ സൈഡിലുണ്ട്. സോ ഇതാണ് മെയിൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ താഴെ കുറേ മോട്ടോർമാൻ, ഫിറ്റർ, ABOS, ട്രെയിനിങ് OS എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് വേറെ അവൈലബിൾ ആണ്. അവർക്ക് അതിൻ്റേതായ വർക്കും കാര്യങ്ങളൊക്കെ അവർക്ക് അവിടെ കൊടുക്കുന്നുണ്ട്. എഞ്ചിൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എഞ്ചിൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. എനിക്ക് മെയിനായിട്ട് നമ്മുടെ എഞ്ചിനീയേഴ്സ് ചെയ്യുന്നത് എന്തൊക്കെയാണോ അതൊക്കെയാണ്. ഡെക്കിൽ പോകുമ്പോൾ നാവിഗേഷനും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അവിടെ പോകുന്നത്. ഓക്കെ, ജസ്റ്റ് ഞാൻ എല്ലാം ഒന്ന് ഷോർട്ടായിട്ട് പറയുന്നത്. ചില കാര്യങ്ങൾ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മറൈൻ എഞ്ചിനീയറിംഗ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. സോ ആ മറൈൻ എഞ്ചിനീയറിംഗിനെ പറ്റിയുള്ള വീഡിയോസ് എല്ലാം ഞാൻ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കാണാത്തവരൊന്ന് കാണുക. ഞാൻ ഇതിന് സെർച്ച് ചെയ്ത് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എൻ്റെ ലൈവ് ബട്ടണിൽ നമ്മുടെ എൻ്റെ സ്ക്രീനകത്ത് ജസ്റ്റ് ഞാൻ അതൊന്ന് കൊടുത്തേക്കാം. സോ വേണ്ടവർ അത് പോയി കാണുക. പിന്നെ മെയിനായിട്ട് ഇതിനകത്ത് വേണ്ട കുറച്ച് കോഴ്സസ് ആണ്. അതിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡെക്ക് സൈഡിൽ നമുക്ക് പറഞ്ഞെങ്കിൽ BSc നോട്ടിക്കൽ സയൻസ് എടുക്കുക. എഞ്ചിൻ സൈഡ് വേണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മറൈൻ എഞ്ചിനീയറിംഗ് എടുക്കുക. അതുപോലെ തന്നെ ഈ താഴെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ OS, AB ഒക്കെ പറഞ്ഞെങ്കിൽ ജസ്റ്റ് നമ്മൾ 6 മാസം GPA റേറ്റിംഗ് എന്നൊരു കോഴ്സ് ഉണ്ട്. സോ ഈ കോഴ്സസിനെ എല്ലാം പറ്റി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ വേണ്ടവർക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിലൊക്കെ പോകാൻ നിൽക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് കയറി കണ്ട് കോഴ്സിനെ പറ്റി ജസ്റ്റ് ഫസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് മെയിനായിട്ട് ഇത് നമ്മൾ ഒരു ഇന്ത്യൻ നേവി പോലോ അല്ലെങ്കിൽ ഒരു ആർമിയോ ഡിഫൻസും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഷിപ്പ് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ കണ്ടെയ്നർ ഷിപ്പ് കാണും, ബൾക്ക് ഷിപ്പ് കാണും, ബൾക്ക് കാരിയർ, അങ്ങനത്തെ കുറേ ടൈപ്സ് ഓഫ് ഷിപ്പ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഇതിനകത്തെല്ലാം വരുന്ന ഒരു പേരാണ് നമ്മൾ ഈ മർച്ചൻ്റ് നേവി എന്ന് പറഞ്ഞത്. ഈ ഒരു കാര്യങ്ങൾക്കെല്ലാം കൂടി പറയുന്നത് പ്രൊഫഷൻ്റെ പേരാണ് മർച്ചൻ്റ് നേവി എന്ന് പറയുന്നത്. സോ അതിനകത്ത് വേറെയും നേരത്തെ പറഞ്ഞ പോലെ വേറെയും കുറേ കാര്യങ്ങളുണ്ട്, കോഴ്സസ് ഉണ്ട്, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഞാനല്ലെങ്കിൽ വേറൊരു അഡ്മിൻ, എല്ലാവരും സീഫേഴ്സ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇല്ലെങ്കിൽ വേറൊരാൾ എന്തായാലും അതിനൊക്കെ മറുപടി. സോ കമൻറ്റ് ബോക്സിൽ വേണ്ടവർക്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. അല്ല, നമുക്കതിനകത്ത് വേറെ പെയ്ഡും പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. സോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് എന്താണ് വേണ്ടത് അത് മൊത്തം നമ്മുടെ ഗ്രൂപ്പിനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ജോയിൻ ചെയ്യാനുള്ള ക്രൈറ്റീരിയ ആണ് മെയിനായിട്ട് പറയേണ്ടത്. കാരണം +2 കഴിഞ്ഞ് നിങ്ങൾക്ക് +2 സയൻസ് ആണ് എടുത്തെങ്കിൽ നമുക്ക് ഈ ഒരു നോട്ടിക്കൽ സയൻസ് മറൈനിലോട്ടൊക്കെ പോകാൻ പറ്റും. മിനിമം നമുക്ക് വേണ്ടത് ഒരു 70% PCMൻ്റെ മാർക്കാണ്. നല്ലൊരു സേഫ് സോണാണ് ഈ 70% എന്ന് പറയുന്നത്. ചില കോളേജിൽ 45% എടുക്കുന്നവരുണ്ട്, 60%, 50, 55% എടുക്കുന്നവരുണ്ട്. പക്ഷേ ഇത് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അഡ്മിഷൻ കിട്ടും. പക്ഷേ നമുക്ക് ഈ പ്ലേസ്മെൻറ്റിനൊക്കെ ഇരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് അങ്ങനെ കമ്പനീസൊക്കെ വരുമ്പോൾ ഇരിക്കണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുറച്ചുകൂടി നല്ല രീതിക്ക് മാർക്കുണ്ട്. സോ ഒരു 70% മിനിമം ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫ് സോണിലായിരിക്കും. അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആ ഒരു പെർസെൻറ്റേജ് തന്നെ കിട്ടും. അത്യാവശ്യം നോളജ് ആണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു ക്രൈറ്റീരിയ ഇപ്പോൾ 60% പറഞ്ഞിട്ടുണ്ട്, 70% ഉള്ളവർക്ക് അവർക്കായിരിക്കും മുൻഗണന. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും. സോ ഈ ഒരു 70% ഉള്ള കാര്യം നിങ്ങൾ മിനിമം ആയിട്ട് വെച്ചിട്ട് ജസ്റ്റ് ബാക്കി നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് മെയിനായിട്ട് PCM ആണ് വേണ്ടത്. ഓവറോൾ ഒരു 80-85% ആണെങ്കിൽ ഓക്കെയാണ്, എല്ലാം സേഫാണ്. സോ ഒത്തിരി താഴേക്ക് പോകാതിരിക്കുക. കാരണം ഈ 60% താഴോട്ട് പോയിട്ട് നിങ്ങളത് ജോയിൻ ചെയ്താൽ പ്ലേസ്മെൻറ്റ് കിട്ടാനുള്ള അവസ്ഥ വളരെ മോശമായിരിക്കും. ഓക്കെ, സോ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത് പോകാൻ നിൽക്കുന്നവർക്കാണെങ്കിൽ. പിന്നെ വർക്കാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് ഇതിനകത്ത് വർക്ക് എങ്ങനെയാണ് ജോലി, ഇതിൻ്റെ ടൈം. സംഭവം എന്ന് വെച്ചാൽ പല ഷിപ്പിലും പല രീതിക്കായിരിക്കും ടൈം വെച്ചേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഷിപ്പിൽ 8 to 5 ആണ്. പക്ഷേ 8 to 5 അല്ല നമുക്ക് വർക്കുള്ളത്. നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് മാനുവറിങ് വരുന്നുണ്ട്, നമുക്കല്ലാത്ത അലാംസ് വരുന്നുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും സമയം നമുക്കിങ്ങനെ ഫിക്സഡ് ആയിട്ടുള്ള ടൈമില്ല. ഇപ്പോൾ ഡെക്കിലെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ വെളുപ്പിന് 12 മണി തൊട്ട് ചിലപ്പോൾ 5 മണി വരെയായിരിക്കും വാച്ചുള്ളത്. നിങ്ങൾ ഉറക്കം, സ്ലീപ്പ് സൈക്കിൾ എന്നൊരു സാധനം മറന്നേക്കണം. ഇതിനകത്ത് വരുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റും, എനിക്ക് അതിന് പറ്റും, ഇതിന് പറ്റും, എനിക്ക് ഇത്ര സമയം കഴിഞ്ഞ് എനിക്ക് ഫ്രീ ആണല്ലോ, പിന്നെ പോകണ്ട, അങ്ങനത്തെ ഒന്നുമില്ല. നിങ്ങൾ എപ്പോഴും എപ്പോൾ വേണേലും പോകാൻ റെഡി ആയിരിക്കണം. പിന്നെ
മെയിനായിട്ട് കുറച്ച് ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ലോങ് സെയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇപ്പോൾ 6 മാസത്തെ കോൺട്രാക്റ്റ് 9 മാസത്തെ കോൺട്രാക്റ്റ് ഒക്കെ ആയിരിക്കും. സോ അത്രയും നാൾ നമ്മൾ വീട്ടുകാരെല്ലാം പിരിഞ്ഞ് നിന്ന് നമ്മൾ ഈ ഒരു ഷിപ്പിനകത്ത് സർവൈവ് ചെയ്ത് പോകണം. അതാണ് മെയിനായിട്ടൊരു പ്രശ്നം. ഇപ്പോൾ എനിക്ക് ഹോം സിക്നെസ് ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ മാക്സിമം വരാതിരിക്കുക. കാരണം ഇതിനകത്ത് വന്നാൽ നമുക്ക് ഇപ്പോൾ എൻ്റെ ഒരു സാധനമൊക്കെ എൻ്റെ ഈ ഒറ്റ ഈ റൂമിനകത്താണ് ഞാൻ എപ്പോഴും ഉള്ളത്. നമുക്ക് പുറത്തോട്ട് നോക്കി കടൽ, അങ്ങോട്ട് നോക്കിയാലും നേരെ നോക്കിയാലും എങ്ങോട്ട് നോക്കിയാലും കടൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. വേറെ ഒരാളായിട്ട് നമുക്ക് കുറച്ച് സമയം മാത്രമാണ് ഇപ്പോൾ ആഫ്റ്റർ ഡിന്നറിന് ശേഷം കുറച്ച് നേരം നമ്മൾ ആ ടേബിൾ ടെന്നീസ് കളിയും അതുപോലെ തന്നെ ചെറിയ ഗെയിംസ് പരിപാടിയൊക്കെ ഒരു 1.5 മണിക്കൂർ അതവിടെ കഴിഞ്ഞു. പിന്നെയും നമ്മൾ റൂമിലോട്ട് വന്ന് ഇങ്ങനെ ഒരു ഇരിപ്പാണ്. ഓക്കെ, നമ്മുടെ വർക്കൊക്കെ ഇപ്പോൾ ഞാൻ ട്രെയിനിയാണ്. സോ എനിക്ക് കുറേ ബുക്കും കാര്യങ്ങളും പേപ്പർ വർക്കും അതും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ കുറേ സമയം അങ്ങനെ പോകും. മടുക്കും ചിലവർക്ക് ഈ ഒരു ഫീൽഡ് ഭയങ്കര മടുപ്പായിരിക്കും. സോ ഇതൊക്കെ നോക്കിയിട്ട് വേണം ഇതിനകത്തോട്ട് ജോയിൻ ചെയ്യുക. ഇതാണ് മെയിനായിട്ട് മർച്ചൻ്റ് നേവി എന്നത്. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞതാണ്. എനിക്കറിയത്തില്ല വീഡിയോ എത്രയും ലോങ് ആയി പോയെന്ന്. മാക്സിമം ഞാൻ ഷോർട്ടാക്കാനാണ് ശ്രമിച്ചത്. സോ ഇത്രയാണ് ഞാൻ മെയിനായിട്ട് ഇതിനകത്ത് പറയാനുള്ള. കോഴ്സ്, ഇതിൻ്റെ ക്രൈറ്റീരിയ, അതുപോലെ വർക്കിൻ്റെ കാര്യം, ടൈമിൻ്റെ കാര്യം, സ്ട്രെസ്സിൻ്റെ കാര്യം, അതുപോലെ തന്നെ നമുക്ക് ഒരു ചെറിയ ഡിസഡ്വാൻറ്റേജ് രീതിയിലുള്ള കാര്യങ്ങൾ കുറച്ച് പോയിൻറ്റ്സ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ചില കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും ഐ ബട്ടണിലും നമ്മുടെ എൻ്റെ സ്ക്രീനിലൊക്കെ കൊടുത്തേക്കാം. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതുപോലുള്ള വീഡിയോസിന് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. വേറെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക, ഗ്രൂപ്പിലും ജോയിൻ ചെയ്തേക്കാം. പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.